നേരത്തെയൊക്കെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചും മിഠായി തെരുവും മനാഞ്ചിറ സ്ക്വയറും ഒക്കെ ചുറ്റിക്കറങ്ങി പോകുന്നതായിരുന്നു പതിവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്ഥലം കൂടി ആഡ് ചെയ്യും, കോഴിക്കോട് ലുലു മാൾ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ലുലു മാളിൻ്റെ മുന്നിലാണ്. കേരളത്തിലെ 4ാമത്തെ ലുലു മാളാണിത്. 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ കോഴിക്കോട് മാങ്കാവ് മിനി ബൈപ്പാസിലാണ് ലുലു മാൾ ഉള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ വർഷം, അതായത് 2024 സെപ്റ്റംബർ 8-നാണിത് ഓപ്പൺ ചെയ്തത്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ആംബിയൻസ് ആണ് ഇതിനുള്ളിൽ. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും റൂഫും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിൽ വലിയൊരു ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് നല്ല വെട്ടവും വെളിച്ചമൊക്കെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്. നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ചെറിയൊരു ഓപ്പൺ സ്പേസ് ആണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുമായിട്ട് ടിസോട്ട്, സ്വിസ് ടൈം ഹൗസ്, സെലിയോ, US പോളോ അസോസിയേഷൻ, ലിവൈസ്, ലൂയി ഫിലിപ്പ് എന്നിവയുടെ ഷോപ്പുകളെല്ലാം ഒരുക്കിയിരിക്കുന്നു. പിന്നെ നേരെ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് അതിൻ്റെ സൈഡിലൊരു സ്വാ ഡയമണ്ട്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ നേരെ ചെല്ലുന്നത്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഈ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവിധ ഗ്രോസറീസും ഇവിടെ അവൈലബിൾ ആണ്. ഇമ്പോർട്ട് ചെയ്ത പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ലഭിക്കും. ലുലു മാളിൻ്റെ ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് അധികം ഒന്നും പറയണ്ട, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാ സാധനങ്ങളും അതിനകത്ത് ലഭിക്കും, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലുലു ഫാഷൻ സ്റ്റോറുണ്ട്, പിന്നെ ലുലു കണക്റ്റും ഉണ്ട്. മെയിനായിട്ട് ഈ 2 ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷൻ അപ്പാരൽസ് ഒക്കെ നമുക്ക് ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഹോം അപ്ലയൻസസും ഒക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ലുലു കണക്റ്റും ചൂസ് ചെയ്യാം. അപ്പം എല്ലാ കമ്പനികളുടെയും ബ്രാൻഡഡ് സാധനങ്ങൾ ഈ 2 ഷോപ്പിലും ഉണ്ട്. അതായത് ലുലു ഫാഷനിലും ഉണ്ട്, ലുലു കണക്റ്റിലും ഉണ്ട്, എല്ലാ കമ്പനികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതിൻ്റെയാണ് വേണമെന്നുള്ളതെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തും വാങ്ങിച്ച് പോരാം. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ടുള്ള ഷോപ്പുകൾ നോർത്ത് റിപ്പബ്ലിക്, ബേസിക്സ്, മെട്രോ, മൊമോസോ, ജോക്കി, ലിനൻ ക്ലബിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഫ്ലമങ്കോ ഉണ്ട്, VIP ഉണ്ട്, ഗോ കളേഴ്സ്, വിസ്മയ് എന്നിവയുടെ ഷോപ്പുകളെല്ലാം ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ 400 പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് പ്ലേ സോണാണ്. പ്ലേ സോണായ ഫണ്ടൂറ, കുട്ടികൾക്കായിട്ടുള്ള ഫണ്ടൂറ. അപ്പോൾ പലർക്കും ഒരു സംശയമാണ് ഈ ഫണ്ടൂറയിൽ എങ്ങനെയാണ് ഈ റൈഡിലൊക്കെ കയറുന്നതെന്നുള്ളത്. ഫണ്ടൂറയിൽ കയറണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കൗണ്ടറുണ്ട്. അവിടുന്ന് നമുക്ക് ഈ ATM കാർഡ് പോലത്തെ ഒരു കാർഡ് കിട്ടും. ആ കാർഡ് 600 രൂപ തൊട്ട് മേളോട്ട് നമുക്ക് റീചാർജ് ചെയ്ത് മേടിക്കാം. 600 രൂപയുണ്ട്, 1200, 2000, 4000 അങ്ങനെ. അപ്പം ഓരോ റൈഡിൽ കയറുന്നതനുസരിച്ച് ഈ കാർഡ് അതിന് മുന്നിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൈഡിന് എത്രയാണോ എമൗണ്ട് അത് ഈ കാർഡിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കും. 600 രൂപ തീർന്നു കഴിയുമ്പം നമുക്ക് വീണ്ടും ചാർജ് ചെയ്യുക. ഓരോ റൈഡിനും 100, 150 അങ്ങനെയൊക്കെയാണ് ഓരോ റൈഡിൻ്റെയും റേറ്റ് വരുന്നത്. അപ്പം അതിനൊരു നിശ്ചിത ടൈമുണ്ട്, 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ടൈമും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് 5 വർഷം വാലിഡിറ്റി ഉണ്ട്. അത് ഏത് ലുലു മാളിൽ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യും. ഫുഡ് കോർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്, ടീ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, പിന്നെ പൾപ്പ് ഫാക്ടറി എന്ന് പറയുന്ന ജ്യൂസ് കട, പിസ്സ ഹട്ട്, നമ്മുടെ അപ്പൂപ്പൻ്റെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനുണ്ട്, ചിക്കിങ്, പിസ്സ റിക്കോട്ട, ഫലൂദ നേഷൻ, റൈസ് ആൻഡ് നൂഡിൽസ് തുടങ്ങി നിരവധി ഫുഡ് ഔട്ട്ലെറ്റുകൾ ഇവിടെ സെക്കൻഡ് ഫ്ലോറിലുണ്ട്. പിന്നെ താഴെ ഈ കാണുന്ന സ്പേസിൽ എന്തെങ്കിലും നമുക്ക് ഇവൻറ്റുകൾ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്.
ലിവൈസും ലൂയി ഫിലിപ്പും യു.എസ്. പോളോ അസോസിയേഷൻ്റെ ഒക്കെ കടകൾ എല്ലാ മാളുകളിലും ഈ കയറി വരുന്ന എൻട്രൻസിൻ്റെ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു ശൈലിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ആപ്പിളിൻ്റെ ഇമാജിൻ സ്റ്റോറും സ്കെച്ചേഴ്സും പിന്നെ സ്റ്റാർബക്സിൻ്റെ ഒരു കോഫി ഷോപ്പും ഉണ്ട്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അത് നമ്മൾ എൻട്രൻസിൽ തന്നെയാണ് ഈ 3 ഷോപ്പുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ലുലുവിൽ ഇന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളെന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ സൗണ്ട് കേൾക്കുന്നതേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടാം.